നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. പ്രകടനമായി എത്തി പത്രിക സമർപ്പിച്ചത് സ്ഥാനാർത്ഥികൾ. ആകെ 1269 പത്രികകൾ. സൂക്ഷ്മ പരിശോധന നാളെ. 26 വരെ പത്രിക പിൻവലിക്കാം. ഡീൽ ആരോപണത്തിൽ വാക്പോര് തുടർന്ന് LDFും UDFും BJPയും. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരിൽ. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഊർജ്ജ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന് ട്രംപ്. യുദ്ധത്തിനെതിരായ സന്ദേശമാണ് ഇന്ത്യ നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇന്ധന നീക്കത്തിൽ തടസ്സം നേരിടുന്നുണ്ടെന്നും പെട്രോൾ ഡീസൽ വിതരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും ലോക്സഭയിൽ പ്രധാനമന്ത്രി. മഞ്ഞുമൽ ബോയ്സ് ചിത്രത്തിനെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസ് റദ്ദാക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. തട്ടിപ്പ് നടന്നോ എന്ന അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂവെന്നും FIR റദ്ദാക്കാൻ കഴിയില്ലെന്നും കോടതി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത് നിർമ്മാതാക്കളിൽ ഒരാളായ ബാബു ഷാഹിർ. CPM ഭരിക്കുന്ന അടൂർ സർവീസ് സഹകരണ ബാങ്കിൽ വൻ സാമ്പത്തിക ക്രമക്കേടെന്ന് പരാതി. 75 ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി ആരോപണം. മുൻ പ്രസിഡന്റിന്റെ അഴിമതികൾക്ക് കൂട്ടുനിൽക്കാത്തതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും ഭരണസമിതിയിൽ നിന്നും സമ്മർദ്ദം നേരിടുന്നതായി ബാങ്ക് പ്രസിഡന്റ് പൊൻതാമര രാജിവെച്ചു. വെള്ളാപ്പള്ളി നടേശന് ആശ്വാസം. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വെള്ളാപ്പള്ളി അയോഗ്യനാക്കിയ ഹൈക്കോടതി ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്ലാച്ചിമട സമരസമിതി പ്രവർത്തകരാണ് VD സതീശന് കെട്ടിവെക്കാനുള്ള തുക നൽകിയത്. അദ്ദേഹത്തിന് പുറമെ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസമായി ഇന്ന് മറ്റ് നിരവധി പ്രമുഖരും പത്രിക നൽകി. പറവൂരിലെ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവനിൽ നിന്ന് കാൽനടയായിട്ടാണ് VD സതീശൻ അഡീഷണൽ തഹസിൽദാർ ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് VD സതീശൻ നൽകിയത്. പ്ലാച്ചിമട സമരസമിതി പ്രവർത്തകർ VD സതീശന് കെട്ടിവെക്കാനുള്ള പണം കൈമാറി. UDF അധികാരത്തിലെത്തിയാൽ പ്ലാച്ചിമടയിലെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് VD സതീശൻ പ്രതികരിച്ചു. UDF തിരിച്ചു വരുമ്പോൾ, അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പ്ലാച്ചിമട പ്രശ്നത്തിനുള്ള ശാശ്വതമായ പരിഹാരം ഉറപ്പായി ഉണ്ടാക്കും. ആ വിശ്വാസത്തിലാണ്. ഇത് അവിടുത്തെ പാവപ്പെട്ട ആളുകൾ തന്ന പണമാണ്. പ്ലാച്ചിമടയിലെ പാവപ്പെട്ട ജനങ്ങൾ തന്ന പണമാണ്. ഞാനിത് കെട്ടിവെക്കാനുള്ള പണമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാനിതൊരു വലിയ തുകയായി അവരുടെ മുഴുവൻ പിന്തുണയും സ്നേഹവും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അതിൻ്റെ സമരസമിതിക്ക് ഉള്ള പ്രത്യേകമായ നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയും. VD സതീശന് പുറമെ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസമായ ഇന്ന് മറ്റ് നിരവധി പ്രമുഖരും പത്രിക നൽകി. തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥിയും നിലവിലെ MLAയുമായ ഉമാ തോമസ്, കുന്നത്തുനാട് UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രൻ, ഏറ്റുമാനൂർ നിയോജക മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി VN വാസവൻ, UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ്, പാലയിലെ ഇടതു സ്ഥാനാർത്ഥി ജോസ് കെ മാണി, കോട്ടയം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ് തുടങ്ങിയവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചെങ്ങന്നൂരിലെ NDA സ്ഥാനാർത്ഥി MV ഗോപകുമാറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിക്കൊപ്പമെത്തിയാണ് ചെങ്ങന്നൂർ RDOയ്ക്ക് മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. കേരളത്തെ പുരോഗതിയുടെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയ്ക്കായി ജനം ഒറ്റക്കെട്ടായി അണിനിരക്കുന്നുവെന്നും പ്രതിപക്ഷത്തിന്റേത് അസത്യപ്രചരണമാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് BJPയുടെ B ടീമായി മാറിയെന്നും പാലക്കാട്ടെ ഡീൽ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. RSSനെതിരെ BJPക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചത് എല്ലാ കാലത്തും ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് CPIM ആണ്. ആർക്കും നിഷേധിക്കാവുന്ന കാര്യമല്ല. അതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങളുടെ ഒരുപാട് സഖാക്കൾ
ജീവൻ നൽകേണ്ടി വന്നിട്ടുണ്ട്. കോൺഗ്രസും UDF എല്ലാ ഘട്ടത്തിലും RSSുമായി ബന്ധമുണ്ടാക്കാനാണ് എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ, നിങ്ങൾ ഈ പറഞ്ഞ പുരോഹിതൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഓർക്കുന്നുണ്ടാവുമല്ലോ, കോലീബി സഖ്യം. പക്ഷെ അത്തരമൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിന് വല്ല ജാള്യത അവർക്കുണ്ടായോ? ഡീൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തമാണെന്നും BJPയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് പിണറായി വിജയനെന്നും KC വേണുഗോപാൽ MP. രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നത് BJPയാണ്, അതേ കൊട്ടേഷനാണ് പിണറായിയും നടത്തുന്നത്. ഡീലില്ലാതെ ഒരു ഇഞ്ച് പോലും മുഖ്യമന്ത്രിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ബന്ധുക്കളെയും മക്കളെയും രക്ഷിക്കാൻ വേണ്ടി മോദിയുടെ മുന്നിൽ സാഷ്ടാംഗം വീണ ആളാണ് മുഖ്യമന്ത്രിയെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഡീലിനെ കുറിച്ച് ചോദിച്ചാൽ മുഖ്യമന്ത്രി പറയുന്നത് പഴയ കോലീബി സഖ്യം ഓർമ്മിച്ച് അദ്ദേഹം മറുപടി പറയുന്നു. കോൺഗ്രസ് ആണ് ഡീലിൽ ഇറങ്ങിയിരിക്കുന്നതാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ജില്ലയിൽ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണല്ലോ. അദ്ദേഹം BJPയുടെ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. CPMന്റെ ക്യാപ്റ്റനായിട്ട് അവരുടെ ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹത്തെ. പക്ഷെ ഇപ്പം BJPയുടെ ക്യാപ്റ്റനാണ് സംശയിക്കേണ്ടി വരും. ഇദ്ദേഹം തന്നെ മുമ്പ് പറഞ്ഞതാണ് നാക്കാർക്കും വാടക കൊടുക്കരുത്. ഇദ്ദേഹത്തിന്റെ നാക്കിപ്പം BJPക്ക് വേണ്ടി വാടക കൊടുത്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും ആക്രമണം നടത്തേണ്ട കാര്യം എന്താണ്? ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്ന ആരാണ്? BJP. അതേ ഉത്തരവാദിത്വം അതേ കാര്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും ആക്രമിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ. ഇത് ക്ലിയർ കൊട്ടേഷനാണ്. BJPയുടെ. അത് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ CPM BJP ഡീൽ ആരോപണത്തിൽ ഉറച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കാസർഗോഡ്, മഞ്ചേശ്വരം, കോന്നി, റാന്നി മണ്ഡലങ്ങളിൽ ഡീലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പത്തനംതിട്ട ജില്ലയിൽ കോന്നി K. സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചാണ്. 32,000-ലധികം വോട്ട് K. സുരേന്ദ്രൻ പിടിച്ച സീറ്റില് ഇപ്രാവശ്യം അത് BD ജയസിന് കൊടുത്തു. ശരിയാണോ? റാന്നി ശബരിമല ഇരിക്കുന്ന സീറ്റാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് 2020 എവിടെയുള്ളത്? പത്തനംതിട്ടയിൽ 2020 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എറണാകുളം ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് പത്തനംതിട്ടയിലെ റാന്നി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് റാന്നിയിലെ 2020 സ്ഥാനാർത്ഥി പറയാണ് ശബരിമല വിഷയമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല, അതിൽ സർക്കാരിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് ആരാ പറയുന്ന? NDA സ്ഥാനാർത്ഥി. BJP ആ സീറ്റ് 2020 കൊടുത്തിരിക്കുകയാണ്, റാന്നി സീറ്റ്. G. സുധാകരനും മറുപടിയുമായി മന്ത്രി P. പ്രസാദിനെ പരാജയപ്പെടുത്തുമെന്നും തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പ്രസാദിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുമെന്നുമായിരുന്നു G. സുധാകരന്റെ പ്രഖ്യാപനം. സുധാകരനുമായി ഒരു വാദപ്രതിവാദത്തിനില്ല. സാധാരണക്കാർക്ക് ഇടയിൽ പ്രവർത്തിച്ചു വന്ന ആളാണ് താൻ. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനായി പ്രവർത്തിക്കുവാൻ ഒരു മടിയുമില്ല എന്ന് P. പ്രസാദ് അമൃത ന്യൂസിനോട് പറഞ്ഞു. G. സുധാകരൻ പറഞ്ഞ അഭിപ്രായങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറയാൻ ഒരുമ്പെടുന്നില്ല. എൻ്റെ ശരീരത്തിൽ ജീവൻ അവശേഷിക്കുന്നതുവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി ഞാൻ ഇവിടെ ഉണ്ടാവും. അതിനകത്ത് എനിക്ക് ഏതെങ്കിലും ഒരു പദവി ഉണ്ടാവണമെന്ന് നിർബന്ധമുള്ള കാര്യം അല്ല. ഒരു ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ടാണ് രാഷ്ട്രീയത്തിൽ പാർട്ടി പ്രവർത്തനം ഞാൻ ആരംഭിക്കുന്നത്. ഒരു സ്കൂളിലെ AISFൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടും ഞാൻ തുടങ്ങിയതാണ്. ഒരു സാധാരണ കുടുംബത്തിൽ, തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലല്ല. കാരണം അങ്ങനെയൊക്കെയുള്ള ഒരാൾ MLA ആവുന്നു, മന്ത്രിയാവുന്നു എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നിലർപ്പിച്ച വിശ്വാസം, ജനം എന്നിലർപ്പിച്ച വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് നാളെയും പൊതുപ്രവർത്തനത്തിൻ്റെ രംഗത്ത് ഞാൻ ഉണ്ടാവും. അക്കാര്യത്തിനകത്ത് യാതൊരു കുറവും വരുത്തുകയില്ല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഒരു കാര്യത്തിനും ഞാൻ മറുപടി പറയുന്നതേയില്ല. അദ്ദേഹത്തെ പോലെ വളരെ ആദരണീയരായ ആൾക്കാരാണുള്ളതെല്ലാം. ഇതൊക്കെ ഒരു രാഷ്ട്രീയത്തിൻ്റെ രംഗമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ രംഗത്ത് നമ്മൾ നമ്മുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. അദ്ദേഹത്തെ വേറെ ഒരു തരത്തിലും ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഞാനിപ്പോൾ ഒരുമിടുന്നില്ല. 27 സംസ്ഥാനങ്ങളിലും CPMും കോൺഗ്രസും ഒന്നിച്ചാണ് മത്സരിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എല്ലായിടത്തും അവർ തമ്മിൽ ഡീലാണ്. ഒരു സമുദായത്തിന് വോട്ടിനു വേണ്ടി ഓരോ വിഡ്ഢിത്തം പറയുന്നുവെന്നും CPMന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയം കാണുമ്പോൾ ജനങ്ങൾ മാറ്റം വേണമെന്ന് പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് ഒരുമിച്ച് മത്സരിക്കുന്നത് CPMും കോൺഗ്രസ്സാണ്. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന
ഒരു മുദ്രാവാക്യം മാത്രമല്ല, ഞങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ രണ്ട് പാർട്ടിയും രണ്ടല്ല, ഒന്നാണ്. ഇത് ജനങ്ങളുടെ മനസ്സിൽ കയറുന്നുണ്ട്. അതിൻ്റെ പേടി, അതിൻ്റെ ഒരു ഭയം, അതിൻ്റെ കാരണമാണ് ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ അവർ തുടങ്ങുന്നത്. അതൊന്ന്. രണ്ടാമത്തത്, ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് രാഹുൽ ഗാന്ധി പറയുന്നു CPM ആണ് BJPൻ്റെ ബി ടീം, കോൺഗ്രസ് പറയുന്നു, പിന്നെ CPM പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു കോൺഗ്രസ് ആണ് BJPൻ്റെ ബി ടീം. ഒന്ന് ആലോചിക്കൂ, ഇത് എന്തിനാണ് അവർ ചെയ്യുന്നത്? ഒരു സമുദായത്തിൻ്റെ വോട്ടിന് മാത്രമാണ് ഈ നാടകം ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ആ സമുദായത്തിൻ്റെ വോട്ടിന് വേണ്ടി ഓരോരോ വെഡ്ഡിത്തരം പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് ജനങ്ങളെ വെഡ്ഡിയാക്കാൻ ഒരു ശ്രമം രണ്ടുപേരും നടത്തുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ജനങ്ങളുടെ മനസ്സിൽ ഈ CPMഉം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കാണുമ്പോൾ അവർ പറയുന്നത് എന്താണ്? മതിയായി, ഇനി മാറ്റം തുടങ്ങാം. അതാണ് BJPയും NDAയും പറയുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിനമായി ഇന്ന് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളായ സുധീർ കരമന ജയൻ, അരുവിക്കരയിലെ സ്ഥാനാർത്ഥി VS ശിവകുമാർ, ആറന്മുളയിലെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ പത്രിക സമർപ്പിച്ചു. നാളെയാണ് സൂക്ഷ്മ പരിശോധന. 26-ാം തീയതി വരെ പത്രിക പിൻവലിക്കാം. ഇനി 17 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസമായി ഇന്ന് നിരവധി സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. ഇന്ന് വൈകുന്നേരം 3 മണിയോടെ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയം അവസാനിച്ചു. നേമം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ, അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥി VS ശിവകുമാർ, തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളായ കരമന ജയൻ, സുധീർ കരമന, നെയ്യാറ്റിൻകരയിലെ UDF സ്ഥാനാർത്ഥി N ശക്തൻ, അരുവിക്കരയിലെ LDF സ്ഥാനാർത്ഥി G സ്റ്റീഫൻ തുടങ്ങിയവർ തിരുവനന്തപുരത്ത് വിവിധ വരണാധികാരികൾക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചു. കൊല്ലത്ത് LDF സ്ഥാനാർത്ഥി S ജയമോഹൻ, വരണാധികാരി ചീഫ് അഗ്രികൾച്ചറൽ ഓഫീസർ ഡീന എബ്രഹാമിനാണ് പത്രിക സമർപ്പിച്ചത്. ഇരവിപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും MLAയുമായ M നൌഷാദ്, കുണ്ടറ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി SL സജികുമാർ, കൊട്ടാരക്കര നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി R രശ്മി എന്നിവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്തനംതിട്ട ജില്ലയിലെ NDAയുടെ ആറന്മുള മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ, അടൂരിൽ പന്തളം പ്രതാപൻ, റാന്നിയിൽ തോമസ് K സാമുവൽ, കോന്നിയിൽ TP സുന്ദരേശൻ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുടെ സാന്നിധ്യത്തിലാണ് കുമ്മനം രാജശേഖരനും TP സുന്ദരേശനും പത്രികകൾ സമർപ്പിച്ചത്. ആറന്മുള മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി, റാന്നിയിലെ സ്ഥാനാർത്ഥി പഴകുളം മധു, അടൂരിൽ CV ശാന്തകുമാർ തുടങ്ങിയവരും പത്രികകൾ സമർപ്പിച്ചു. നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. സമർപ്പിച്ച പത്രികകളിൽ ഏതെല്ലാം സ്വീകരിക്കുമെന്നും തള്ളുമെന്നും നാളെ അറിയാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വ്യാഴാഴ്ചയാണ്. തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം വ്യാഴാഴ്ച വ്യക്തമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വാശിയേറിയ പോരാട്ടം നടക്കുന്ന തളിപ്പറമ്പിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി PK ശ്യാമള. ഏറെ വർഷം സഹപ്രവർത്തകനായി കൂടെയുണ്ടായിരുന്ന TK ഗോവിന്ദനാണ് ഇവിടെ മുഖ്യ എതിരാളി. സ്ഥാനാർത്ഥിത്വത്തിൽ പിന്നാലെ വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾ വേദനിപ്പിച്ചുവെങ്കിലും വർഷങ്ങൾ നീണ്ട സംഘടനാ പ്രവർത്തനവും പാർട്ടി സംവിധാനവും തുണയ്ക്കുമെന്നാണ് ശ്യാമളയുടെ പ്രതീക്ഷ. തളിപ്പറമ്പിലെ LDF സ്ഥാനാർത്ഥി PK ശ്യാമള ടീച്ചർ നമ്മളോടൊപ്പം ചേരുകയാണ്. ടീച്ചറെ, ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരുപടി മുന്നിലാണ് നിൽക്കുന്നത്. പ്രചരണമൊക്കെ പകുതിയോളം പൂർത്തിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആത്മവിശ്വാസമൊക്കെ? നല്ല ആത്മവിശ്വാസത്തിലാണ്. പ്രവർത്തനമായിട്ട് വളരെ മുൻപന്തിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു വട്ടം പോയി കഴിഞ്ഞു. ചില പ്രദേശങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം പോയി കഴിഞ്ഞു. വളരെ മുന്നോട്ടാണ്. നല്ല ആത്മവിശ്വാസത്തിലാണുള്ളത്. ഞങ്ങൾക്ക് അറിയാൻ ആകാംക്ഷയുള്ള ഒരു കാര്യം, ഈ ജില്ലയിൽ നിന്ന് 2 വനിതകൾ മത്സരിക്കുന്നു. ഈ സംസ്ഥാനത്ത് തന്നെ വനിതകൾക്ക് നല്ലൊരു പ്രാധാന്യം ഇത്തവണ CPM LDF 3.0 ഉണ്ടെങ്കിൽ ഒരു മന്ത്രിയെ നമുക്ക് മണ്ഡലത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. അത് നമ്മളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയായിട്ട് ആരും മത്സരിക്കുന്നില്ല. MLAമാരായിട്ടാണ് മത്സരിക്കുന്നത്. ഇപ്പം പാർട്ടി തീരുമാനിച്ചത് MLA മത്സരിക്കാനാണ്. ഇപ്പൊ MLA മത്സരിക്കുന്നു. അല്ല, നമുക്ക് അങ്ങനത്തെ ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എന്തെല്ലാം പ്രതീക്ഷിക്കാം. നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ചൂടൊക്കെയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന, ഈ പ്രചരണമൊക്കെ പ്രതിസന്ധിയിലൂടെയാണോ നീങ്ങുന്നത്? ഒരു പ്രതിസന്ധിയില്ല. വളരെ സ്മൂത്ത് ആയിരിക്കും. കണ്ടില്ലേ, ഒരു പ്രതിസന്ധിയില്ല. നമ്മൾ തീരുമാനിച്ച നിലയിലുള്ള ഇലക്ഷൻ വർക്കുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ 2ാം ഘട്ടം എന്ന നിലയിൽ ഇതുപോലെയുള്ള രോഗമുള്ള ആളുകളെ, പഴയ നമ്മുടെ ആൾക്കാരൊക്കെ കാണുന്ന അതുപോലെ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോവുകയാണ്. 3ാം ഘട്ടം എന്ന നിലയിലാണ് ഇപ്പം നമ്മൾ പബ്ലിക്കായിട്ടുള്ള പ്രചരണ പരിപാടി 25 മുതൽ ആരംഭിക്കുന്നത്. ടീച്ചറെ, അതുപോലെ തന്നെ ടീച്ചറിന്റെ ഒരു എതിരാളി എന്ന് പറയുന്നത്, എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കൂടെ ഒരുപാട് വർഷക്കാലം ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്?
അത് ഈ കേസിൽ മാത്രമല്ല, പല സന്ദർഭത്തിലും നമ്മളെ ഇതുപോലുള്ള നമ്മളെ കൂടിയുള്ള ആളുകളെ എതിരാളികളായി വന്നിട്ടുണ്ട്. അതെല്ലാം പാർട്ടി തരണം ചെയ്ത് പോയിക്കോളും. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം 100% ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്? 100% ആത്മവിശ്വാസത്തോട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാവുന്ന ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇടതുപക്ഷത്തിന്റെ 3ാം തവണ വരുന്നതിനു വേണ്ടിയുള്ള നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചർ, അതുപോലെ തന്നെ ഈ ചില കാര്യങ്ങൾ ടീച്ചറിനെ വ്യക്തിപരമായി വേദനിപ്പിക്കുകയൊക്കെ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഈ ടീച്ചറിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ അത് ബോധപൂർവമായി ചിലർ മറച്ചു പിടിച്ചു. അതിനെ അങ്ങനെ ഈ പോലീസിന്റെ ഒക്കെ അടക്കം മർദ്ദനമേൽക്കേണ്ടി വന്നൊരു സാഹചര്യം പഴയ SFI കാര്യത്തിൽ DYFI കാര്യത്തിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചില കോണുകളിൽ നിന്ന് ബോധപൂർവം മറച്ചു വെക്കപ്പെട്ടു എന്നൊരു സങ്കടമുണ്ടോ? അത് അല്ല, അങ്ങനെ ബോധപൂർവ്വം ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മറച്ചു വെക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിനൊക്കെ ഭാഗമായിട്ട് ചെറിയ കാലം മുതൽ ഇപ്പോൾ വരെ ലൈവായിട്ട് പോലും നടത്തിക്കൊണ്ട് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അംഗീകാരമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള അംഗീകാരം കടന്നു വരുമ്പോൾ എതിരാളികൾ നടത്തിക്കൊണ്ട് പ്രചാരവേലയാണ്. ആ പ്രചാരവേല പാർട്ടി കൈകാര്യം ചെയ്യുന്നതിൽ എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പിന്നെ ഒരു വ്യക്തിപരമായ ചോദ്യമാണ്, അത് ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയത്തില്ല. ഈ മാഷിന് വളരെ തിരക്കുള്ളൊരു ജീവിതമാണ് മാഷിന്റേത്, ടീച്ചറിന്റെയും വളരെ തിരക്കുള്ളൊരു ജീവിതമാണ്. അപ്പോൾ ഈ ഫാമിലി ലൈഫ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അല്ല, ഫാമിലി ലൈഫ് തന്നെ നമ്മുടെ ഫാമിലി ലൈഫ്. നമ്മൾ മാഷൊരു മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു. മാഷ് DYFI സംസ്ഥാന സെക്രട്ടറി ആകുമ്പോഴാണ് വിവാഹം കഴിയുന്നത്. അതിനുശേഷം മാഷ് സംഘടനാ വർക്ക് നടത്തുന്നു, ഞാൻ സംഘടനാ വർക്ക് നടത്തുന്നു. അത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിലെ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ സംഘടനാ പ്രവർത്തനം തന്നെയാണ് കുടുംബത്തിന്റെ സന്തോഷം. അതെ, സംഘടനാ പ്രവർത്തനം തന്നെയാണ് കുടുംബ സന്തോഷം. അതിൽ വേറെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളൊന്നുമില്ലല്ലോ. എന്തായാലും ഇത്തവണ തളിപ്പറമ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് LDF നേതൃത്വത്തിനുമുള്ളത്. ആദ്യഘട്ടത്തിൽ കുറച്ച് പിന്നിലായിരുന്നെങ്കിലും രണ്ടാമത്തെ ഒരു ഘട്ടം വന്നപ്പോഴേക്കും അതിവേഗം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം മുന്നോട്ട് പോകാൻ PK ശ്യാമള ടീച്ചർക്കും സംഘടനയ്ക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. വികസന മുരടിപ്പിൽ നിന്നും നെയ്യാറ്റിൻകരയെ രക്ഷിക്കുക എന്നതാണ് ദൌത്യമെന്ന് നെയ്യാറ്റിൻകര NDA സ്ഥാനാർത്ഥി ചെങ്കൽ രാജശേഖരൻ. മാറ്റം കൊണ്ടുവരുമെന്നും പറയുന്നതിൽ കൂടുതൽ പ്രവർത്തിച്ചു കാണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നെയ്യാറ്റിൻകരയിലെ NDA സ്ഥാനാർത്ഥി ചെങ്കൽ രാജശേഖരൻ നമ്മളുടെ കൂടെ ഉണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ട് പ്രചരണ പരിപാടികളൊക്കെ? ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ്. അത്രയും ദിവസം നമുക്ക് ഒരുപാടാണ്. കാരണം എൻ്റെ നെയ്യാറ്റിൻകരയിലെ അവിടുത്തെ പ്രവർത്തകരെല്ലാം സജ്ജമാണ്, അവരെല്ലാം തയ്യാറായിരുന്നു. കാൻഡിഡേറ്റ് ആരാണെന്ന് അറിയാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്നലെ അറിഞ്ഞത് 2 ദിവസം മുമ്പേ അറിഞ്ഞ മുതൽ ഒരു ആക്റ്റീവായി. ഇന്നലെ നല്ല റോഡ് ഷോ ആയിരുന്നു. 500 കൂടുതൽ ആൾക്കാർ, പ്രത്യേകിച്ച് വനിതകളായിരുന്നു അതിൽ പങ്കെടുത്തതൊക്കെ. ഒരു വികാരമാണ് നെയ്യാറ്റിൻകര. ഒരു വികസന മുരടിപ്പിൽ നിന്ന് നെയ്യാറ്റിൻകരയെ രക്ഷിക്കണം, അത് നമ്മളൊരു ദൗത്യമാണ്. അതാണ് നെയ്യാറ്റിൻകരയുടെ ഇലക്ഷൻ വർക്ക്. ജനങ്ങളിൽ നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയാണ്? ജനങ്ങളിലെന്ന് പറയുമ്പോൾ 2 കൈയെടുത്ത് തൊഴുകയാണ്. മോനെ, ഇത് എങ്ങനെയെങ്കിലും ഈ നെയ്യാറ്റിൻകരയെ രക്ഷിക്കുക. എൻ്റെ മക്കളെല്ലാം നാട് വിട്ടു പോയി. ഇവിടെ തൊഴിലിവിടെ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ ഇവിടെ തന്നെ നിൽക്കില്ലേ? പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരും പല സ്ഥലങ്ങളിലും പോകുന്നു. ഇവിടെ പഠിക്കേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇവിടെ എന്താ കുറവ്? ഇത് ഓരോരുത്തരുടെയും ക്വസ്റ്റ്യനാണ്. അവർ തൊഴുതുകൊണ്ട് കേൾക്കുകയാണ്. വലിയ വീട്ടിൽ തനിച്ചാവുമ്പോൾ വരുന്ന അവരുടെ ആ ദുഃഖങ്ങളാണ്. അത് ഒരുപാട് വീടുകളിൽ നിന്ന് ഫേസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റും. മണ്ഡലത്തിലൊരു ശക്തമായ മത്സരം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. മണ്ഡലത്തിൽ എപ്പോഴും അവർ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞുള്ള പറ്റിപ്പാണ്. അത് ജനങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ BJP സംബന്ധിച്ച് പറയുന്നതെല്ലാം സത്യത്തിനപ്പുറത്തും പ്രവർത്തിക്കാൻ പറ്റുന്നത് മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾക്ക് നമ്മളിൽ വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നെയ്യാറ്റിൻകരയല്ല, തിരുവനന്തപുരത്തും പലയിടത്തും പല കാര്യങ്ങൾ എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് നാട്ടിന് വേണ്ടി, വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നെയ്യാറ്റിൻകരയ്ക്ക് എന്നെ അറിയാം. എൻ്റെ വാക്കുകളെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. പറയുന്നതിലും കൂടുതൽ ഞാൻ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നെയ്യാറ്റിൻകര എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂരീകരിക്കും. ജനങ്ങൾ നമ്മളെ കൂടെ കാണണം. ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരും. വികസനം എന്താണെന്ന് നമ്മൾ നെയ്യാറ്റിൻകര വികസനത്തിൻ്റെ ഏറ്റവും മുന്നിൽ കൊണ്ടുപോകാൻ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. മണ്ഡലത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? മണ്ഡലത്തിൽ എല്ലാ ആവശ്യങ്ങളാണ്, അവിടെ ഒന്നുമില്ല എന്നുള്ള.
അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ ഇല്ല, നല്ല റോഡുകളില്ല, നല്ല കുളമില്ല, നല്ല കുടിക്കാൻ വെള്ളമില്ല, തൊഴിലവസരങ്ങളില്ല, വിദ്യാഭ്യാസമില്ല, ഇപ്പം ഹോസ്പിറ്റലില്ല, ഇതെല്ലാം ഇല്ല, ഒന്നുമില്ലാത്തതാണ്. അതിന് കാരണം നമ്മൾ പറയുന്ന ഇതെല്ലാം പലവർത്തിന് അപ്പുറത്തുള്ള റോഡ് പോലും ഇപ്പോഴും അങ്ങനെ പൊളിഞ്ഞു കിടക്കുക. നാട്ടിലെ റോഡുകളെല്ലാം ഈ സെൻട്രൽ ഗവൺമെൻറ് സ്കീമിൽ പൈപ്പ് ഇട്ടിട്ട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പൈപ്പ് ഇട്ട് ഇന്നും പൊളിഞ്ഞു കിടക്കുകയാണ്. കാരണം ബാക്കിയുള്ള പൈസ സ്റ്റേറ്റിൽ നിന്ന് എടുത്തിട്ട് അത് ടാറിങ് ചെയ്യുന്ന റിപ്പയർ ചെയ്യണം. അതിൻ്റെ ഡസ്റ്റ് ഇത്രയും പൊങ്ങിപ്പോവുകയാണ്. നല്ല റോഡുകളെല്ലാം പൊട്ടി ഇപ്പോഴും കിടക്കുകയാണ്. അതുപോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനം, ഒരു സിസ്റ്റമാണ് ആ നെയ്യാറ്റിൻകര ഉള്ളത്. ഒരു ബിസിനസ്സുകാരനാണ്, അപ്പോൾ സാധാരണക്കാരോടൊപ്പം നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ ഒരു കാലയളവിൽ? ഞാൻ ബിസിനസ്സുകാരനാണ്. ഞാനൊരു ബിസിനസ് എന്ന് പറയുന്നത് എൻ്റെ ദൗത്യത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. തൊഴിലവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാവുന്നുള്ള ബിസിനസ് നാട്ടിൽ വന്ന് ചെയ്യുകയാണ്. നാട്ടിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് ഞാൻ പോയി ചെയ്ത് അതിനെ സക്സസ് ആക്കി കുറേ പേർക്ക് തൊഴിൽ കൊടുക്കുകയാണ്. 2000 കൂടുതൽ ആൾക്കാർ തൊഴിൽ കൊടുത്തു. അത് കോളമായാലും ആലപ്പുഴയായാലും വാഗമണ്ണായാലും കൊച്ചിനൊക്കെ നമ്മൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതെ, പൂർണ്ണമായ ഒരു ആത്മവിശ്വാസത്തിലാണ്. ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനായി ഈ പണിക്ക് പോകുന്നത്? നമ്മൾ ഏറ്റെടുത്ത ദൗത്യങ്ങളത് പൂർത്തിയാക്കും. അത് ആ നാട്ടിൻ്റെ ആവശ്യമാണ്. ഞാൻ ജനിച്ച സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ ബിസിനസ്സോ അങ്ങനെ ഇതിൽ യൂസ് ഇല്ല, അതൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാരുടെയും നാട്ടിൻ്റെയും കൂടപ്പറപ്പിൻ്റെയും സഹോദരങ്ങളുടെയൊക്കെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. അല്ലാതെ സ്വന്തം സന്തോഷിക്കുക എനിക്കറിയില്ല. തീർച്ചയായിട്ടും അത്തരത്തിൽ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയാണ് നെയ്യാറ്റിൻകര മണ്ഡലം പിടിക്കാനായി ചെങ്കൽ രാജശേഖരൻ ഏതായാലും ഇറങ്ങുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയിൽ നിന്നും ഐതിഹാസിക വിജയം നേടിയാണ് LDFന്റെ KV സുമേഷ് കഴിഞ്ഞ തവണ അഴീക്കോട് പിടിച്ചെടുത്തത്. മണ്ഡലത്തിലെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഇക്കുറിയും വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് KV സുമേഷ്. ഭരണ തുടർച്ചയുണ്ടായാൽ കേരളം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുമെന്ന പ്രതീക്ഷയും അദ്ദേഹം അമൃത ന്യൂസുമായി പങ്കുവച്ചു. കഴിഞ്ഞ തവണ ഐതിഹാസിക വിജയം നേടിയാണ് KV സുമേഷ് മണ്ഡലത്തിലെത്തുന്നത്. ഇത്തവണയും ചരിത്രം ആവർത്തിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷയാണ് മുന്നണിയിൽ ഉടനീളം പങ്കുവയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഒരുപാട് മുന്നോട്ട് പോയി. മുഖവുരകൾ ആവശ്യമില്ലാത്ത നേതാവാണ്. KM ഷാജിനെ ഒരു അട്ടിമറി വിജയത്തിലൂടെ നിലംപരിശാക്കി. ഇപ്പോൾ KM ഷാജിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ കൂടി സംജാതമായിരിക്കുകയാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ? ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. നമ്മളിപ്പോൾ ഒരു റൗണ്ട് പൂർത്തിയായി. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഒരു നല്ല പിന്തുണ. കഴിഞ്ഞ തവണ മത്സരിക്കാൻ വരുമ്പോൾ പുതിയ ഒരാളാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി ഇവിടെ വന്നു. അപ്പോൾ അന്നത്തേതിനേക്കാൾ കൂടുതൽ ആളുകളുടെ ഒരു പിന്തുണ ഈ ഇലക്ഷൻ ലഭ്യമാകുന്നുണ്ട്. നല്ല വിജയം നമുക്കുണ്ടാവും എന്നാണ് ആദ്യ റൗണ്ട് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്കുണ്ടാവുന്നത്. ഈ വികസനം എന്താണെന്ന് സുമേഷ് വന്നതിൽ പിന്നെ അറിഞ്ഞു എന്നാണ് ചില നാട്ടുകാരടക്കം സൂചിപ്പിച്ചത്. ഞങ്ങൾ പൊതുവിൽ ഈ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ പരമാവധി അഡ്രസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ തന്നെ രണ്ടാമത്തെ തുറമുഖം വരാൻ പോകുന്നത് നമ്മുടെ അഴീക്കൽ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ പോർട്ട്. ഇപ്പോൾ അതോടൊപ്പം തന്നെ ഹാർബർ, ടൂറിസം മേഖലയിൽ ബ്ലൂ ഫ്ലാഗ്, ചാൽ ബീച്ച്, പുല്ലൂപ്പിക്കടവ്, ഈ ഗതാഗത കുരുക്ക്, കളരിവാതിക്കൽ റോഡ്, ഫിഷ് ലാൻഡിംഗ് സെന്റർ തുടങ്ങി 6ഓളം പുതിയ ഗ്രൗണ്ടുകൾ, റോഡുകൾ, ഇങ്ങനെ സ്കൂളുകൾ, ആശുപത്രി, പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്കറിയാം. നാട്ടുകാർ ആവശ്യപ്പെട്ട കാര്യങ്ങളിലെല്ലാം പൊതുവിൽ നമ്മൾ ഇടപെടുകയും അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തൊരു ബിഗ് പ്രോജക്ട് ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട് എന്തായിരിക്കും സുമേഷ് ഏട്ടൻ? നമ്മുടെ മുന്നിലുള്ള പ്രധാനം ഈ പോർട്ട് യാഥാർത്ഥ്യമാക്കുക. അപ്പോൾ അതിന്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചു. അഴീക്കൽ പോർട്ട് വരുന്നതോടുകൂടി കേരളത്തിലെ തന്നെ രണ്ടാമത്തെ തുറമുഖമായി വരും. അത് മലബാറിന്റെ തന്നെ വികസന മേഖലയിൽ ഒരു വലിയ കവാടമായിരിക്കും. അത് പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കുക എന്നതാണ് പ്രധാനമായ ലക്ഷ്യം. ഒപ്പം നമ്മുടെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം. ഈ വളപട്ടണം പാപ്പിനിശ്ശേരി മേഖല നിങ്ങൾക്കറിയായിരിക്കും, കണ്ണൂർ വന്നപ്പോൾ ശ്രദ്ധിച്ചത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ആശ്വാസം 80% വന്നിട്ടുണ്ട്. അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു വലിയ പരിഹാരം, ഇതാണ് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ തുടർച്ച. അടുത്ത തവണ പിണറായി 3.0 ഒരു മന്ത്രിസഭ ഉണ്ടാവുകയാണെങ്കിൽ അഴീക്കോട് നിന്നൊരു മന്ത്രി ഉണ്ടാവും? അതിനൊന്നും നമ്മളായിട്ടില്ല. നമ്മളിപ്പോ MLA എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്തു പോവാണ്. നിയമസഭയിലൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു സാമാജികൻ കൂടിയാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ അതെ, നിയമസഭയിൽ നമ്മൾ പിന്നെ LDF ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഫലപ്രദമായി ചെയ്യുന്നുണ്ട്.
അങ്ങനെയൊന്നും ആഗ്രഹം എനിക്കില്ല. എനിക്കൊരു MLA ആയിട്ട് പ്രവർത്തിച്ച് പോകണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഈ KM ഷാജിനെ നിലംപരിശാക്കിയാണ് ഇത്തരത്തിൽ മണ്ഡലം പിടിച്ചടക്കുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെ ഉള്ളൊരു എതിരാളി കൂടിയാണ് വന്നിരിക്കുന്നത്. അത്രയും തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളല്ലെങ്കിൽ കൂടിയും അവരുടെ സാധ്യത എങ്ങനെയാണെന്നാണ് സുമേഷ് ഏട്ടൻ വിചാരിക്കുന്നത്? സ്ഥാനാർത്ഥികളെല്ലാം നല്ല ബഹുമാനരാണ്, വലിയ പ്രാധാന്യമുള്ളവരാണ്. ഇപ്പൊ ലീഗിന്റെ ജില്ലാ പ്രസിഡന്റാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. അവരെല്ലാം വളരെ മോസ്റ്റ് റെസ്പെക്റ്റബിൾ ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ആര് സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, LDF ഇവിടെ മുന്നോട്ട് വെച്ച വികസന കാഴ്ചപ്പാടുകളെ വളരെ സമർത്ഥമായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പിന്തുണ, കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല ഭൂരിപക്ഷത്തിലെത്തുന്ന ജയിക്കാൻ കഴിയും എന്ന നല്ല ആത്മവിശ്വാസം ആദ്യ റൌണ്ട് പര്യടനം പൂർത്തിയാവുമ്പോൾ ഞങ്ങൾക്കുണ്ട്. നമ്മുടെ തൊട്ടടുത്ത മണ്ഡലമാണോ ഈ തളിപ്പറമ്പ് മണ്ഡലം എന്ന് പറയുന്നത്? അപ്പൊ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇത്തവണ ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട്. പാർട്ടി അതിനെ എങ്ങനെയാണ് നോക്കുകയാണ്? ഒരു പാർട്ടിയുടെ ഒരു അംഗം എന്ന നിലയിൽ എങ്ങനെയാണ് നോക്കുക? ഇല്ല, തളിപ്പറമ്പില് യഥാർത്ഥത്തിൽ അവർ ഉന്നയിച്ചതിന്റെ പൊള്ളത്തെറിപ്പ് ആളുകൾക്ക് മനസ്സിലായല്ലോ. എനിക്ക് മത്സരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ള നിലയിലെത്തിയില്ലേ? ആദ്യം പറഞ്ഞത് എന്താ? അപ്പൊ അത് ഞങ്ങളെ കണ്ണൂരിന്റെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് ഞങ്ങൾ കൂടുതൽ സേഫ് ആകുകയാണ് ചെയ്തത്. തളിപ്പറമ്പിൽ നിങ്ങൾ കണ്ടോ, ചരിത്ര ഭൂരിപക്ഷത്തിനയച്ച അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് LDF പ്രവർത്തകനും അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. ഉന്നയിക്കപ്പെട്ട വിഷയം ആദ്യം എന്തായിരുന്നു? ഇപ്പൊ അവസാനം അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാകുന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയില്ലേ? അപ്പൊ എന്താ ലക്ഷ്യം? എന്നെ മത്സരിപ്പിക്കണം എന്നുള്ളതായിരുന്നല്ലോ പ്രശ്നം. അപ്പൊ അത് ആളുകൾ തിരിച്ചറിയും, നല്ല തിരിച്ചടിയാവും ലഭ്യമാകുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജനങ്ങളുടെ പലവിധ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇനി സർക്കാർ ഒരു പരിഗണന നൽകുകയാണെങ്കിൽ ആർക്കാണ്, ഏത് വിഷയത്തിനാണ് കൂടുതൽ പരിഗണന നൽകണമെന്ന് സുമേഷ് ഏട്ടൻ ആഗ്രഹിക്കുന്നവർ? അത് നമ്മുടെ ഗവൺമെന്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ പരിപൂർണമായ ഒരു എല്ലാ ജനവിഭാഗങ്ങളെയും അവരുടെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക. കേരളം എന്നൊരു മധ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുല്യമായ ഒരു വികസന കേന്ദ്രമായി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്താ വെച്ചാൽ കേരളം ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റിയായി, പഴയ കേരളം അല്ല. ഇന്ന് ദാരിദ്ര്യം, പട്ടിണി എന്നൊന്നും പറഞ്ഞാൽ റയറസ്റ്റ് ഇൻ ദ റയർ എന്ന അതിദാരിദ്ര്യം ഇല്ലാത്ത സ്റ്റേറ്റായി മാറി. ആളുകളുടെ ആവശ്യകതയിൽ, വികസന കാഴ്ചപ്പാടുകളിൽ മാറി. അപ്പോൾ ഈ പ്രശ്നം ഏറ്റെടുക്കുക എന്നുള്ളതാണ് LDF ഗവൺമെന്റിന് മുന്നിലുള്ള, LDFന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചലഞ്ച്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, പുതിയ തലമുറ ഇവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ ഇതിനെ വെച്ചുകൊണ്ടുള്ള ഒരു ആധുനിക കേരളത്തെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ പുതിയ സംരംഭങ്ങൾ, ഇവിടെ തന്നെ തൊഴിലെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഇങ്ങനെയെല്ലാമുള്ള ഒരു നവകേരളം, ഒരു മധ്യ യൂറോപ്യൻ രാജ്യത്തിന് തുല്യമായ ഒരു വികസന കേന്ദ്രമായിട്ട് കേരളത്തെ മാറ്റണം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വളരെ സന്തോഷം. ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കുമെന്നൊരു പ്രതീക്ഷ, ഇത്തവണ മണ്ഡലം നിലനിർത്തുമെന്നൊരു പ്രതീക്ഷയാണ് KV സുമേഷ് പങ്കുവയ്ക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സമാനമായ അടിസ്ഥാന സൌകര്യങ്ങളും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ച് ഈ കേരളത്തെ മാതൃകാ രാജ്യമാക്കി, മാതൃകാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള കർമ്മ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ LDF വിഭാവനം ചെയ്തിട്ടുള്ളത്. മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. ഡീൽ ആരോപണങ്ങൾക്ക് പിന്നിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്നും പുറന്തള്ളപ്പെടുമെന്ന കോൺഗ്രസിന്റെയും CPMന്റെയും പരാജയഭീതിയാണെന്ന് കുമ്മനം രാജശേഖരൻ. കേരളത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ ഈ രണ്ടു കൂട്ടരും കെട്ടിപ്പിടിച്ചു നിൽക്കുന്നവരാണ്. NDA പരാജയപ്പെടുത്തുക എന്ന ഒറ്റ അജണ്ടയാണ് LDFനും UDFനും ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അത് NDA തോൽപ്പിക്കുക എന്നൊരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ ഇവിടുത്തെ CPMനും കോൺഗ്രസും. ഈ LDFും UDFും ഇപ്പോൾ BJPയുടെ മേൽ ഈ ആരോപണം ഉന്നയിക്കുന്നത് പരാജയ ഭീതി കൊണ്ടാണ്. തങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടു പോകും എന്നുള്ള ഭയാശങ്കകളാണ് വാസ്തവത്തിൽ BJPയും NDAയ്ക്കും എതിരായിട്ട് രണ്ടു കൂട്ടരും ഒരേ ആരോപണം ഉന്നയിക്കുന്നത്. അരുവിക്കര മണ്ഡലത്തിലെ വികസനം തൊട്ടെറിഞ്ഞ് ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് അരുവിക്കരയിലെ LDF സ്ഥാനാർത്ഥി G. സ്റ്റീഫൻ. പ്രചാരണത്തിനിറങ്ങുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന പ്രതികരണം ആത്മവിശ്വാസം നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അരുവിക്കരയുടെ LDF സ്ഥാനാർത്ഥി G. സ്റ്റീഫൻ നമ്മളോട് ചേരുന്നുണ്ട്. ഏകദേശം ഒരു 30 വർഷത്തെ കോൺഗ്രസിൻ്റെ ആധിപത്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ തവണ താങ്കൾ LDF അവിടെ അധികാരത്തിലെത്തുന്നു. എങ്ങനെയുണ്ട്? ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ ഒരുങ്ങുകയാണ്. ഒരു പ്രതീക്ഷ എങ്ങനെയുണ്ട്? ജനങ്ങളൊപ്പം നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? പൂർണ്ണമായും ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും. അങ്ങനെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കത്തക്ക നിലയിൽ, ജനങ്ങൾക്ക് ബോധ്യപ്പെടത്തക്ക നിലയിൽ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും LDF സർക്കാർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ച് തന്നെ അരുവിക്കര മണ്ഡലത്തിൽ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അത് തൊട്ടറിഞ്ഞ ജനങ്ങൾ LDFനോടൊപ്പം നിൽക്കും. ശക്തമായൊരു മത്സര മണ്ഡലത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ?
തെരഞ്ഞെടുപ്പല്ലേ, അപ്പോൾ മത്സരം ശക്തമാണോ അല്ലേ എന്ന് ഒരല്പം കൂടെ കഴിഞ്ഞാലേ പറയാൻ പറ്റും. ഇപ്പോൾ ഇന്ന് നോമിനേഷൻസ് കഴിയുന്നതേ ഉള്ളൂ. സ്ഥാനാർത്ഥികളെല്ലാം കളത്തിലിറങ്ങി അവരുടെ പ്രവർത്തനങ്ങൾ ഏത് നിലയിൽ മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ മത്സരം എത്രത്തോളം ശക്തമാണെന്ന് പറയാൻ വേണ്ടി കഴിയും. മത്സരമില്ലാന്ന് നമ്മൾ പറയുന്നില്ല, മത്സരമുണ്ട്. അത് ശക്തമാണോ എന്നുള്ള വാക്ക് നമുക്ക് പൂരിപ്പിക്കണമെങ്കിൽ അല്പ ദിവസം കൂടെ കഴിയണം. ഈ മണ്ഡലത്തിൽ പ്രചരണത്തിന് ഇറങ്ങുന്ന സമയത്ത് ജനങ്ങളിൽ നിന്നുള്ളൊരു പ്രതികരണം എങ്ങനെയാണ്? പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല പ്രചരണമാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ 2 ഘട്ടങ്ങളിൽ ജനങ്ങളെ കണ്ടു കഴിഞ്ഞു. ഒന്ന്, സഖാവ് ബിനോയ് വിശ്വം നയിച്ച ജാഥ അവിടെ ഒരു സ്വീകരണം കൊടുത്തു, അവിടെ തിങ്ങിക്കൂടിയ ജനങ്ങൾ. 2, മണ്ഡലം വികസന ജാഥ LDFൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ക്യാപ്റ്റനായിട്ട് നടത്തി. ആ ജാഥയിൽ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും തിങ്ങിക്കൂടിയ ജനങ്ങൾ, അവരുടെ പ്രതികരണം, ഇത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. കാരണം ഇന്നലകളിൽ അവർ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തു എന്നുള്ള ഒരു അവസ്ഥ, ഒരു മാനസികാവസ്ഥ അവരിൽ നല്ലവണ്ണം പ്രകടമാണ്. അതുകൊണ്ട് അവർ ഞങ്ങളോടൊപ്പം പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തൊക്കെയാണ് പ്രചരണത്തിന് മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ, വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, അത് ശക്തമായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കും. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ഇപ്പോൾ വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം, അതിദാരിദ്ര്യം ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതേപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞു, തുക വർദ്ധിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. കിഫ്ബി പദ്ധതിയിലൂടെ ഏറ്റെടുത്ത പദ്ധതികൾ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞു. മലയോര ഹൈവേ, തീരദേശ ഹൈവേ, നാഷണൽ ഹൈവേയുടെ വികസനം, അങ്ങനെ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള പൊതു കാര്യങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ. ഇത് അരുവിക്കര മണ്ഡലത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഗുണം കിട്ടിയത്? അരുവിക്കര മണ്ഡലത്തിൽ 1200 കോടിയിലേറെ രൂപ എല്ലാ മേഖലകളിലുമായി ഇതിനകം നമുക്ക് ചെലവഴിക്കാൻ വേണ്ടി കഴിയും. കുടിവെള്ള പദ്ധതികൾ, ജൽജീവൻ പദ്ധതി അടക്കം, റോഡുകൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രികൾ, ഇങ്ങനെ സമസ്ത മേഖല. പിന്നെ അരുവിക്കര മണ്ഡലം ഈ വനമേഖല കൂടെ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. അവിടെ ട്രഞ്ച് കുഴിക്കുന്നതിന് വേണ്ടി, ഫെൻസിങ് നിർമ്മിക്കുന്നതിന് വേണ്ടി, ഇങ്ങനെ ജനങ്ങളെ സ്പർശിക്കുന്ന എല്ലാ വിഷയങ്ങളുമായി നമുക്ക് അതിനോടൊപ്പം താതാമ്യം പ്രാപിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ ആത്മവിശ്വാസമാണുള്ളത്. പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രംഗത്തിറങ്ങുന്നത്. പൂർണ്ണമായ ആത്മവിശ്വാസം, ഒരു ലേശം പോലും ആത്മവിശ്വാസക്കേട് തോന്നേണ്ട കാര്യമില്ല. കാര്യം 5 വർഷം അവരോടൊപ്പം നിന്നു, അതവർ മറക്കില്ലെന്നാണ് പൂർണ്ണമായും വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ജനങ്ങൾ ഇനിയും ഒപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ജി സ്റ്റീഫൻ കളത്തിലിറങ്ങുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം മാതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫൈസൽ ബാബു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വികസനം എത്താത്ത ഇടങ്ങളിൽ വികസനം എത്തിക്കുമെന്നുള്ള വാഗ്ദാനമാണ് ഫൈസൽ ബാബു നൽകുന്നത്. തികഞ്ഞ വിജയ പ്രതീക്ഷയുണ്ടെന്ന് ഫൈസൽ ബാബു അമൃത ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് സൗത്ത് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഫൈസൽ ബാബുവാണ് നമ്മളോടൊപ്പം ഉള്ളത്. നോമിനേഷൻ സമർപ്പിച്ചു കഴിഞ്ഞു. എന്താണ് നോമിനേഷൻ സമർപ്പിച്ച സമയത്ത് മനസ്സിൽ തോന്നിയത്? വളരെ അഭിമാനവും സന്തോഷവും തോന്നി. കോഴിക്കോട് നഗരത്തെ പ്രതിനിധീകരിക്കാൻ ദൈവനിയോഗം പോലെ ഈ കൈവന്ന അവസരം അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുക എന്ന പ്രാർത്ഥനയാണ് മനസ്സ് മുഴുവൻ. മുസ്ലിം ലീഗ് സമാനതകളില്ലാത്ത വിധം യൂത്ത് ലീഗിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 5 പേരെയാണ് അല്ലേ യൂത്ത് ലീഗ് പരിഗണിച്ചിരിക്കുന്നത്. യൂത്ത് ലീഗിൻ്റെ ഒരു അഭിമാന പോരാട്ടം കൂടെയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം UDF ആണ്, ഐക്യജനാധിപത്യ മുന്നണിയാണ്. ഇപ്പം കേരളം ജയിക്കണം, അതിന് UDF നയിക്കണം എന്നുള്ളതാണ്. 2 കാര്യം മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തുന്നത്. ഒന്ന്, കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ വികസന മുരടിപ്പാണ്. അതിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നടപടികൾക്കെതിരെയുള്ള പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. വിശേഷിച്ചും ഈ നിയോജക മണ്ഡലം കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷ പ്രതിനിധിയായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്നു, തൊട്ടടുത്തും മന്ത്രിയുണ്ട്. ഇപ്പോൾ 2 മന്ത്രിമാരുണ്ടായിട്ടും ഈ മണ്ഡലത്തിന് എന്തു കിട്ടി എന്ന ചോദ്യം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായി ഉന്നയിക്കുകയാണ്. ഒരു വികസന കാഴ്ചപ്പാട് എന്താണ് മുന്നോട്ട് വെക്കുന്നത് കോഴിക്കോട് സൗത്തിനെ സംബന്ധിച്ച്? സൗത്തിനെ ഏറ്റവും ആധുനികമായി നിർവചിക്കുക എന്നതാണ് ഞങ്ങളുടെ മുന്നിലുള്ള
കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഡോക്ടർ എം കെ മുനീർ സാഹിബ് കൊണ്ടുവന്ന വികസനത്തിന് തുടർച്ചയുണ്ടാക്കണം. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റുന്ന ഒരു മാനസികാരോഗ്യ കേന്ദ്രം നമ്മുടെ ഈ കുതിരവട്ടത്തുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന് ഈ സൗത്ത് നിയോജക മണ്ഡലം നമ്മുടെ കൈവശം വരുന്ന സമയത്ത് ഈ മിൻഹാൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ മെൻ്റൽ ഹെൽത്ത് സെൻ്ററിനെ വേൾഡ് ക്ലാസ് ലെവലിൽ ആധുനിക സൈക്കോളജിക്കൽ ടൂൾസ് വെച്ച് അവിടെ ഒരു മെൻ്റൽ പ്ലഷർ, ഇപ്പോൾ നമ്മൾ മാനസികാരോഗ്യമുള്ളവർക്ക് അതിൻ്റെ പ്രയാസം എന്ന് മാത്രമല്ല, ഒരു പ്രശ്നമില്ലാത്തവർക്ക് പോയി കഴിഞ്ഞാലും അവിടെ കുഴപ്പമാവുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് അവിടെ ഉള്ളത്. അതിനെ ആധുനിക സന്നാഹങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഈ നിയോജക മണ്ഡലം അത്രമേൽ പൈതൃക സ്വത്തുകളുള്ള ഒരു മണ്ഡലമാണ്. ഇവിടെ തളിക്ഷേത്രമുണ്ട്, ഇവിടെ മിഷ്കാൽ പള്ളിയുണ്ട്, അങ്ങനെ ധാരാളം പൈതൃക സമ്പത്തുകളുണ്ട്. സാമൂതിരി രാജവംശത്തിൻ്റെ ശേഷിപ്പുകളുണ്ട്. അപ്പോൾ ഈ പൈതൃകത്തെ നമുക്ക് സംരക്ഷിക്കാനുണ്ട്. ആ അർത്ഥത്തിൽ ഞങ്ങൾക്കൊരു നിലപാട് ഉണ്ടാകും. നമുക്ക് ബീച്ച് എക്സ്റ്റൻഷനുണ്ട്. ലോക നിലവാരത്തിൽ ഒരു ഇൻ്റർനാഷണൽ കോർണിഷായി നമുക്കതിനെ മാറ്റുന്ന, കോഴിക്കോട്ടുകാർക്ക് മാത്രമല്ല, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കോഴിക്കോട്ട് വന്നിറങ്ങുന്ന ആർക്കും ഏറ്റവും മനോഹരമായ ഒരു ബീച്ച് അനുഭവം കൊടുക്കാൻ തക്ക രീതിയിൽ ഞങ്ങളതിനെ കോർണിഷാക്കി മാറ്റുമെന്നുള്ളതാണ്. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന ആരോപണം. ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഒറ്റ കാര്യം കൂടി ഞാൻ ചേർത്ത് പറയണം. UDFൻ്റെ വിഷൻ 2 എക്സ്ട്രീമിലാണ്. ഒന്ന്, ലോറിക്കാരന് വിശ്രമിക്കണം, ഓട്ടോ ഡ്രൈവർക്ക് വിശ്രമിക്കണം. ബീച്ചിൽ വരുന്നവർക്ക് മലമൂത്ര വിസർജനം നടത്താനുള്ള സംവിധാനം വേണം. അത് ബേസിക് നീഡ്സാണ്. വേറൊരു എക്സ്ട്രീമിൽ ഞങ്ങളുടെ കാഴ്ചപ്പാട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ യൗവനം പിന്നോട്ട് പോയിക്കൂടാ. അതുകൊണ്ട് UDF ജയിച്ചാൽ ഈ നഗരത്തിൽ ഞങ്ങൾ ഒരു AI സ്കിൽ സ്റ്റേഷൻ പാർക്കുണ്ടാക്കും. താങ്ക് യു. വികസനത്തിൽ പുതിയ കാഴ്ചപ്പാടുകളുമായാണ് ഫൈസൽ ബാബു വോട്ടർമാരെ സമീപിക്കുന്നത്. ക്യാമറാമാൻ സജി തറയിലിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.